السلام عليك يا محي ذنوبي السلام عليك يا جاني القروبي. വിദ്യാർത്ഥിയാണ്, ഫസ്റ്റും സെക്കൻഡും വന്ന നമ്മുടെ വിദ്യാർത്ഥിയാണ്. അത് ഈ അവസരത്തിൽ ഞാൻ പറയുന്നതിൻ്റെ കാരണം, ഞാൻ പലപ്പോഴും മീറ്റിംഗിന് പോയ സമയത്ത് നമ്മുടെ നാട്ടിന് നമുക്ക് അഭിമാനകരമായ അരിമലയുടെ മദ്രസയിലൂടെ കുട്ടിയാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും എനിക്ക് നല്ല ആവേശവും തോന്നാറുണ്ട്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ അവർകളാണ്. അവരെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ തന്നെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അരിമല ജമാഅത്ത് ഖത്തീബ് അബ്ദുൽ മദനി ഉസ്താദ് അവർകളാണ്. അവരെ ഞാൻ ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ആശംസിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ കാര്യത്തിനും നിർദ്ദേശനവും നല്ല രീതിയിൽ നല്ലൊരു എന്ത് കാര്യമുണ്ടായാലും പറഞ്ഞു തരുന്ന നമ്മുടെ മുതിർന്ന ആളെന്ന് പറയുന്ന നമ്മുടെ സേനാറാജ്, നമ്മുടെ സ്നേഹിച്ച് അവർ അത് നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ തന്നെ വേദിയിലുള്ള നമ്മുടെ അടുത്ത മഹലിന്റെ അബ്ദുൽ ഖാദർ അസരി, അതേപോലെ തന്നെ റസാഖ് അസരി അവരുടെയും ആർദ്രമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ വേദിയിലുള്ള മറ്റു ജമാഅത്ത് ഭാരവാഹികളെയും വിദ്യാർത്ഥിനികളെയും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓൾഡ് സ്റ്റുഡൻറ് അരിമല ഖലരിയ മദ്രസയുടെ പഴയ വിദ്യാർത്ഥികൾ അവരും എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ ഈ നാട്ടിന്റെ കാരണവന്മാരായ സിനാറാജി, ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, നമ്മുടെ ഈ പരിപാടിക്ക് തീർപ്പ് നൽകാൻ ജഡ്ജിമാരായി എത്തിയ നമ്മുടെ തൊട്ടടുത്ത മദ്രസ ഉസ്താദ് അസ്ഹരി അബ്ദുൾ റസാഖ് അസ്ഹരി, അതേപോലെ തന്നെ സദർ ഉസ്താദ് അടക്കമുള്ള സ്റ്റേജിലുള്ള മാന്യർ, സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിദ്യാർത്ഥികൾ, ഇപ്പൊ നമ്മളെ പ്രസംഗം നിങ്ങൾ ആരും കേട്ടല്ല. അതിനൊരു കിടാക്ക ഒന്ന് സ്റ്റേജിക്ക് കയറണമെന്നേ ഉള്ളൂ. ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നത്, നീട്ടാൻ തന്നെ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ നമ്മളെ പരിപാടി നമ്മൾ സാധാരണ എപ്പോഴും അയാൾ ചൊല്ലിക്കൊണ്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നമ്മൾ ചേർമ്പോ തന്നെ ചിന്തിച്ചിട്ട് എപ്പ ഇയാൾ നിൽപ്പിക്കുന്നത് നമുക്കറിയാം. എനിക്ക് തുടങ്ങിയെങ്കിൽ പെട്ടെന്ന് നിൽപ്പിക്കാൻ നിൽപ്പിച്ചിട്ട് കിടാക്കൊന്ന് തുടങ്ങി ഞങ്ങൾ അപ്പൊ ഏതായാലും ഇന്നത്തെ പരിപാടി കുട്ടികളെ തന്നെ പരിപാടി ആയതുകൊണ്ട് ഞാൻ ജാസ്തി ഒന്ന് പറയുന്നില്ല. വളരെ വലിയ സന്തോഷമായി പോയാണ്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് സാധാരണ ഏതൊരു പരിപാടി തുടങ്ങുമ്പോൾ ആൾക്കാർ കിടാക്കളെ മാത്രം കാണുന്നതാണ്. രക്ഷിതാക്കളെ ബാലക്കാരെ കാണുന്ന കുറവ്. അരിമലിനെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ എല്ലാ ബാലക്കാരും എത്തി. ഇവിടെ ഉള്ള കുറച്ച് കിടാക്കളും കുറച്ച് ബാലക്കാർ കുറച്ച് വേഷന്മാരും അത് അൽഹംദുലില്ലാ എത്തിപ്പോയി. പണി പോലെ ഉച്ചോളാക്കിയിട്ട് വന്ന് എത്രയോ ആൾക്കാറുണ്ട്. വേഷന്മാർ ബാലക്കാരൊക്കെ ഇപ്പൊ ഭയങ്കര തിരക്ക്. കളിയൊക്കെ എങ്ങനെയോ സബൂർ പഠിച്ചിട്ട് ഇന്നൊന്നും നമ്മ കളി വേണ്ട, ഇന്നൊന്നും നമ്മ റസൂലുള്ളാഹിന്റെ പിരിസം വെച്ചിട്ട് വന്നിട്ട് ഇരുന്നാണ് വിചാരിച്ചു. അൽഹംദുലില്ലാ ഇത് റസൂലുള്ളാഹിന്റെ പിരിസം പാടത് അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങനെ നമുക്ക് വേണം ഇൻഷാ അല്ലാഹ്. ഈ നിലക്ക് നമ്മുടെ ഈ പരിപാടി അല്ലാഹു തആല വളരെ ഭംഗിയായ നിലക്ക് നല്ല റാഹത്തോടു കൂടി ഇത് കൊണ്ടാടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിനെ സഹായിച്ച ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ചെലവുകളുണ്ട്. അതിനെ സഹായിച്ച ധാരാളം ആൾക്കാരുണ്ട്. പ്രൈസിന് വേണ്ടി
അതേപോലെ തന്നെ കുട്ടികളെ പല പരിപാടിക്ക് വേണ്ടിയും സലാത്തിന്റെ ചീരണിക്ക് വേണ്ടിയും പലതിന് വേണ്ടി സഹായിച്ച ധാരാളം ആൾക്കാർ ഈ സ്റ്റേജ് വെക്കാകാൻ വേണ്ടി ഇത് ഈ നിലക്ക് ഇതല്ല എന്തിനെന്ന് നിങ്ങൾക്ക് ഈ പക്ഷതല്ല അതല്ല വേണ്ട ഒരു സന്തോഷത്തിന്റെ പല ഭാഗങ്ങളുണ്ട്. ഒരു കൊശി കൊള്ളാൻ ചെല്ലുമ്പോക്ക് ഇപ്പൊ ഒരു മംഗല ഒരു മംഗല കല്യാണം കഴിക്കുമ്പോൾ സാമാന്യങ്ങളും പരനെടുക്കണാക്കളെ അത് അനാവശ്യമല്ല, അത് ആവശ്യമല്ല. കാരണം അതൊരു സന്തോഷത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി പല നിലക്കുള്ള പരിപാടിയുമാണ്. ആ നിലക്ക് ഇതിന് വേണ്ടി കഷ്ടപ്പെട്ട രാത്രിയൊക്കെ വർക്ക് വൈകിക്കൊണ്ട് അധ്വാനിച്ച് നമ്മളെ വാലക്കാറൊക്കെയുണ്ട്. അതേപോലെ തന്നെ ഈ പരിപാടിനെ നല്ല നിലക്ക് വിജയിപ്പിക്കാൻ വേണ്ടി തന്നെ നമ്മളെ നാട്ടിലെ മാന്യന്മാർ വേസന്മാരൊക്കെ ഉണ്ട്. അള്ളാഹു താല അവർക്കൊക്കെ ദീർഘായുസും ആഫിയത്തും ആയിരം ആരോഗ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, കിടാക്കളെ പരിപാടി കുറച്ച് കിടാക്കളെ ഉള്ളൂ, നമുക്ക് കാണുന്നില്ലേ. കടമ്പാറ സാലിലുള്ള ഒരു ക്ലാസ്സിലുള്ള കിടാക്കയാണ് ഈ മദ്രസിലൂടെ ഉള്ള 58 കിടാക്കയാണ്. ആണും പെണ്ണല്ലായിട്ട് 58 കിടാക്കളാ ഉള്ളത്. അപ്പൊ കിടാക്ക അരിമലില്ലാതെ ഒന്നുമല്ല. അൽഹംദുലില്ലാഹ് അരിമലിൽ ധാരാളം കിടാക്കുണ്ട്. നമ്മളെ മദ്രസിലുള്ള കിടാക്ക 58 ഉള്ളൂ. നമ്മുടെ ഈ കൂടുന്ന ബാലക്കാരൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത അഡ്മിഷനിൽ ഒരു 100 കിടാക്കളെങ്കിലും നമ്മളെ മദ്രസയിലേക്ക് അഡ്മിഷൻ ആക്കാൻ വേണ്ടി ബാലക്കാർ ഒന്നിക്കുകയാണ്. എല്ലാ പുരക്ക് പോയി ഒരു സർവ്വ നടത്തിയിട്ട് എത്ര കിടാക്ക മദ്രസയ്ക്ക് വരുന്നത്, എത്ര വരുന്നില്ല, ആ വരുന്ന ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ മദ്രസയിലേക്ക് വന്നിട്ട് പഠിക്കോളൂ. പിന്നെ ഫുള്ള് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം മദ്രസയിൽ പഠിച്ചോളി. ഒരു അരമണിക്കൂറെങ്കിലും മദ്രസയ്ക്ക് നിങ്ങൾ പറഞ്ഞു ഒരു 100 കിടാക്കളെങ്കിലും അഡ്മിഷൻ ആക്കാൻ വേണ്ടി കഴിയുന്നത്ര പ്രയത്നിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ മദ്രസക്ക ഒരു 2-3 ആണ്ട് കഴിഞ്ഞെങ്കിൽ ഈ മദ്രസയിൽ പിന്നെ ബാധ കൂട്ടേണ്ടി വരും. ഒരു കിടാത്തി ഇരിക്കാൻ ഇപ്പൊ 58 ആയെങ്കിൽ കഴിഞ്ഞ അഡ്മിഷനായി 6 കിടാക്കി അഡ്മിഷനായി. അപ്പോ ഈ നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസ വളരെ നല്ല നിലയ്ക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഈ നാട്ടിലെ വാലക്കാരും വയസ്സന്മാരും ജമാഅത്ത് കമ്മിറ്റിയൊക്കെ പ്രയത്നിക്കണം. അൽഹംദുലില്ലാഹ് ഇതിനെ പോലെ കഴിഞ്ഞ നമ്മളെ വിദ്യാഭ്യാസ വർക്കാടി റേഞ്ചിൽ വെച്ച് 7ാം ക്ലാസ്സിൽ ഉന്നതമായ റാങ്ക് എടുത്തത് ഫസ്റ്റും സെക്കൻഡും നമ്മളെ മദ്രസന്റെ 2 കുട്ടികൾക്കാണ്. ഫസ്റ്റും നമ്മളെ മദ്രസന്റെ 8 കുട്ടികൾ, സെക്കൻഡും ഇവിടെ തന്നെ ഡിസ്റ്റിങ്ഷനോടുകൂടി 3 കുട്ടികൾ വളരെ ഉന്നതമായ മാർക്കോടുകൂടി വിജയിച്ചത്. അതൊക്കെ നമ്മളെ മദ്രസനെ സംബന്ധിച്ചോട് നിങ്ങളുടെ അതേപോലെ ഉസ്താദന്മാരുടെയും കഠിനാധ്വാനം കൊണ്ട് ഉണ്ടായതായ ഒരു ഫലമാണ്. ഇൻഷാ അല്ലാഹ് ആ നിലയ്ക്ക് ഇനിയും നമ്മുടെ മദ്രസ നമുക്ക് ഇഷ്ടം. ഒരു നാട് നന്നാവാ എന്നുള്ളത് ആ നാട്ടിലെ മദ്രസ നന്നാവാ അതേ ഉള്ളൂ. നാട്ടിൽ മദ്രസ ഇല്ലെങ്കിൽ ഇൽമില്ലെങ്കിൽ ആ നാടിന്റെ വിളക്ക് തന്നെ കെട്ടുപോകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല നിലക്ക് നല്ലതിന് വേണ്ടി പ്രവർത്തിക്കണം. ഹബീബായ നബി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ ജന്മദിനം കൊണ്ട് സന്തോഷിക്കുന്ന ഈ സമയം കിടാക്കളൊക്കെ അവർക്കറിയുന്ന നിലക്ക് നിലക്ക് റസൂലുള്ളാഹിനെ മദ്ഹാക്കാൻ കഴിയുന്ന പാടിച്ച പ്രസംഗിച്ചിട്ട എന്തെങ്കിലും ചെയ്തിട്ട് ആ റസൂലുള്ളാഹിനെ ബർക്കത്ത് എടുക്കണമെന്ന് ഉദ്ദേശിച്ച് നമ്മളെ പിന്നോമനെ കിടാക്ക ആ കിടാക്ക സ്റ്റേജിലേക്ക് വന്ന് ആ പാട്ട് പാടുന്നതും പ്രസംഗിക്കുന്ന സമയത്ത് അത് സന്തോഷിക്കേണ്ടത് നമ്മളാണ്. എന്റെ മോന് എന്റെ കിടാവ് സ്റ്റേജിലേക്ക് റസൂലുള്ളാഹിനെ പറ്റി ഒരു പാക്കറ്റ് ചെല്ലിയല്ല റബ്ബേ, ഇതെനിക്ക് വല്ലാത്ത ഒരു സന്തോഷമുണ്ട്. അതേപോലെ തന്നെ നമ്മളെ നാട്ടിൽ കിടാവും, നമ്മുടെ സ്വന്തം കിടാവും, നമ്മളെ കിടാവും ഈ സ്റ്റേജിലേക്ക് എന്റെ ഹബീബിനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞല്ലോ, ഒരു സ്റ്റേജിലേക്ക് കയറിയല്ലോ എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് പരിപാടികൾ ഉള്ളത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. പെൺകുട്ടികളെ മാലപ്പാട്ട്, അതേപോലെ തന്നെ ക്വിസ് മത്സരം, അതേപോലെ തന്നെ ചിത്രരചന, മെമ്മറി ടെസ്റ്റ്, ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാ ഫലപ്രഖ്യാപനങ്ങളും പിന്നെ ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ടാകും. അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലുമെല്ലാം അവന്റെ പൊരുത്തത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ. മഗ്‌രിബിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ചില കുട്ടികളുടെ പരിപാടി കഴിഞ്ഞ് മഗ്‌രിബിന് ശേഷം മറ്റു പരിപാടികൾ ബുർദയുണ്ട്. ബുർദ സലാത്തിന്റെ വാർഷികം ബുർദ നമ്മളെ മജ്‌ലിസിൽ ബുർദ കിടാക്കളെ ബുർദ അതോടുകൂടി തന്നെ സലാത്ത് കുറച്ച് ചൊല്ലി ദ്വാരന്ന് നല്ല റാഹത്തിൽ നമുക്ക് തിരിയാം. ആരും ബേജാറാക്കണ്ട. സാധാരണ നമ്മൾ കിടന്നിട്ട് ഉറങ്ങുന്ന ടൈമിൽ തന്നെ പോയപ്പോൾ കിടന്നിട്ട് ഉറങ്ങാം. ഒരു എന്തു ലേറ്റം താവല ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ പരിപാടി അവന് പൊരുത്തപ്പെട്ട നിലക്ക് സ്വാലിഹായ സൽക്കർമ്മത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ ഖുർആനിന്റെ തിരുവാചകത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ജഡ്ജിമാരായി
അസ്സലാമലൈക്കും. ആദ്യം എന്നും ഒന്നാണ്, നമ്മുടെ നാടെന്നൊന്നാണ്, ഒന്നും ഒന്നും രണ്ടാണ്, ജനിമജാതത്തെ രണ്ടാണ്, ജന്തം ഒന്നും മൂന്നാണ്, പ്രധാന പള്ളിക മൂന്നാണ്, മൂന്നും ഒന്നും നാലാണ്, മതപരമൊക്കരാണ്, നാലും ഒന്നും അഞ്ചാണ്, ഇസ്ലാം കോലവലഞ്ചാണ്, അഞ്ചും ഒന്നും മാറാണ്, ഈമാൻ കോലവലഞ്ചാണ്. മകരിവിന്റെ പരിപാടി നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. പിന്നെ നെക്സ്റ്റ് കുട്ടികളുടെ പരിപാടികളൊക്കെ ധാരാളമുണ്ട്. അതൊക്കെ ഇവിടുത്തെ കുട്ടി എല്ലാം റെഡിയായിട്ട് നമുക്ക് പിന്നെ മകരിവ് കൊടുത്ത നിസ്കരിച്ച ഉടനെ തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കും. എല്ലാവരും നല്ല നിലയ്ക്ക് ഇതേപോലെ തന്നെ ബാലക്കാർ നിസ്കരിച്ച പാട് വന്നിട്ട് പിന്നെ എല്ലാവരും വന്നിട്ട് സദസ്സിലിരിക്കണം. നിസ്കരിച്ച ഉടനെ തന്നെ പരിപാടി വീണ്ടും നമ്മൾ തുടങ്ങും. ഉണരും നിബന്ധത്തിൽ തുറങ്ങും വരണം